കോടമഞ്ഞു നിറഞ്ഞ റിവർലാൻഡ്സിന്റെ തണുത്ത കാറ്റ് ആയുധപ്പുരകൾക്കിടയിലൂടെ ഒരു നീണ്ട രോദനം പോലെ വീശിയടിച്ചു. ക്ഷീണിച്ചെങ്കിലും യുദ്ധത്തിന് തയ്യാറെടുത്തു നിൽക്കുന്ന വിന്റർവൂൾഫ്സിന്റെയും വെസ്റ്റർലാൻഡ്സിന്റെയും പടയാളികൾ തങ്ങളുടെ കൂടാരങ്ങൾക്കു ചുറ്റും തീകൂട്ടി ആ കടുത്ത ഇരുട്ടിനെ അകറ്റാൻ ശ്രമിച്ചു. ഭാരമേറിയ ശ്വാസത്തോടെ ഡീമണിന്റെ കൽപ്പനപ്രകാരം കിങ്സ് ലാൻഡിംഗിലേക്ക് കാൽനടയായി യാത്ര തിരിച്ച അവർ ഇപ്പോൾ ദിശമാറി ടംബിൾട്ടനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഓർമോണ്ട് ഹൈ ടവറിന്റെ അധീനതയിലുള്ള ആ നഗരം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ശ്വാസമടക്കി പിടിച്ച് നിലകൊള്ളുന്നത്. പ്രായം തളർത്താത്ത നരച്ച താടിയുള്ള റോഡറിക് ഡസ്റ്റിനിന്റെ കണ്ണുകളിൽ വരാനിരിക്കുന്ന രക്തച്ചൊരിച്ചിലിന്റെ ഭാരം നിഴലിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ കാഴ്ചയിൽ ഒരു കുട്ടിയെപ്പോലെ തോന്നിക്കുന്ന എന്നാൽ ഹൌസ് ടള്ളിയുടെ തലവനും ഈ വലിയ സൈന്യത്തിന്റെ നായകനുമായ ഓസ്കർ ടള്ളി നിശബ്ദനായി നിന്നു. ക്രിസ്റ്റൻ കോളിന്റെ ഗറില്ല ആക്രമണങ്ങൾ അവരെ ഒളിഞ്ഞിരുന്ന് നിരന്തരം വേട്ടയാടുകയായിരുന്നു. തങ്ങളുടെ സൈന്യം ടംബിൾട്ടനിലേക്ക് എത്താതിരിക്കാൻ ക്രിസ്റ്റൻ കോൾ വഴികളിലെ പാലങ്ങളും കടത്തുവള്ളങ്ങളും അഗ്നിക്കിരയാക്കി മുന്നേറുകയാണ് എന്ന സത്യം ആ ഇരുട്ടിലും അവരുടെ മുഖത്ത് കടുത്ത ഭയം ജനിപ്പിച്ചു. ഈ തടസ്സങ്ങളെ മറികടക്കാൻ ഓസ്കർ ടള്ളി ഒരു നിർണായക തീരുമാനമെടുത്തു. സ്റ്റോണി സെപ്റ്റിലേക്കും അവിടെ നിന്ന് ടംബിൾട്ടനിലേക്കും വേഗത്തിൽ കടക്കാൻ ഒരു വലിയ വള്ളം സുരക്ഷിതമാക്കുന്നതിനായി 100 ഭടന്മാരുമായി പോകാൻ ഓസ്കർ ടള്ളി അവനോട് പറഞ്ഞു. ക്രിസ്റ്റൻ കോളിന്റെ ഈ ക്രൂരമായ തന്ത്രങ്ങളെക്കുറിച്ച് റോഡറിക് ഡസ്റ്റിൻ ആഴത്തിൽ ചിന്തിച്ചു. നമുക്കും അവന്റെ അതേ കളി തന്നെ കളിക്കേണ്ടിവരും. ഇരുട്ടിലേക്ക് നോക്കി കനത്ത ശബ്ദത്തിൽ റോഡറിക് ഡസ്റ്റിൻ പറഞ്ഞു. ആ വാക്കുകളിൽ അടങ്ങാത്ത പ്രതികാരത്തിന്റെ തീപ്പൊരികളുണ്ടായിരുന്നു. കൂരിരുട്ട് നിറഞ്ഞ ആ രാത്രിയിൽ പീറ്റർ പൈപ്പറിന്റെ ചെറിയ സൈനിക ക്യാമ്പ് നിശബ്ദതയുടെ പുതപ്പണിഞ്ഞു കിടന്നു. എന്നാൽ ആ നിശബ്ദത ഒരു വലിയ ദുരന്തത്തിന്റെ ഇരുണ്ട മുന്നറിയിപ്പായിരുന്നു. ഇരുട്ടിന്റെ മറപറ്റി അപ്രതീക്ഷിതമായി ഒരു കാട്ടുതീ പോലെ ക്രിസ്റ്റൻ കോളിന്റെയും ഗ്വെയ്ൻ ഹൈടവറിന്റെയും സംഘം ആ ക്യാമ്പിലേക്ക് ഇരച്ചുകയറി. കൂടാരത്തിനു പുറത്ത് തണുത്തുവിറച്ചു കാവൽ നിൽക്കുകയായിരുന്ന പീറ്റർ പൈപ്പറിന് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിനു മുൻപ് തന്നെ മരണം അവന്റെ മുന്നിലെത്തി. പെട്ടെന്നുള്ളൊരാക്രമണത്തിൽ അവന്റെ കഴുത്തിൽ ഒരു മൂർച്ചയേറിയ കത്തി വളരെ ആഴത്തിലിറങ്ങി. പ്രാണവേദനയോടെ താഴേക്ക് വീണ പീറ്റർ പൈപ്പറിന്റെ ശരീരത്തിലേക്ക് തുടർച്ചയായി ഇരുമ്പിന്റെ ആയുധങ്ങൾ തുളച്ചുകയറി. അവന്റെ ജീവവായു ആ മണ്ണിൽ അവസാനിച്ചപ്പോൾ ക്യാമ്പിലെ മറ്റുള്ളവർ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇരുട്ടിലേക്ക് ഓടി. എന്നാൽ ശത്രുക്കളുടെ ക്രൂരതയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ക്രിസ്റ്റൻ കോളിന്റെ കണ്ണുകളിൽ യാതൊരു ദയയുമുണ്ടായിരുന്നില്ല. അവൻ തന്റെ കൈയിലെ പന്തത്തിൽ നിന്നുള്ള തീപ്പൊരികൾ ആ കൂടാരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. നിമിഷങ്ങൾക്കകം ആ ക്യാമ്പ് മുഴുവൻ വലിയൊരു അഗ്നിഗോളമായി മാറി രാത്രിയിലെ കറുത്ത ആകാശത്തെ ചുവപ്പ് നിറമണിയിച്ചു. ശത്രുക്കൾക്ക് മുന്നിൽ വീണ്ടും ഒരു പടി മുന്നിലെത്താൻ കത്തിച്ചാമ്പലായ ആ ക്യാമ്പിനെയും മരവിച്ച മൃതദേഹങ്ങളെയും പിന്നിലുപേക്ഷിച്ച് അവർ സ്റ്റോണി സെപ്റ്റിലേക്ക് തങ്ങളുടെ രക്തരൂക്ഷിതമായ യാത്ര തുടർന്നു. കനത്ത മരവിപ്പ് തങ്ങി നിൽക്കുന്ന ആ വലിയ ഹാളിൽ കരിങ്കല്ല് പാകിയ തറയിലൂടെ ഒരു വലിയ കറുത്ത ആട് നടന്നു നീങ്ങുന്നതിന്റെ ഭാരമേറിയ ശബ്ദം മാത്രം പ്രതിധ്വനിച്ചു. തങ്ങളുടെ കൈകളിലെ പന്തങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ ഭയത്തോടെ ചുറ്റും നോക്കുന്ന കുറച്ച് വേട്ടക്കാർ നിൽപ്പുണ്ടായിരുന്നു. മരിച്ചുവെന്ന് കരുതപ്പെടുന്ന ഏഗോന്റെ മരണത്തിന് ഉത്തരവാദി ഏമോണ്ടാണെന്ന് വിശ്വസിക്കുന്ന റനേറ അവന്റെ തല കൊണ്ടുവരുന്നവർക്ക് ഹരൻഹാളാണ് വലിയൊരു സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ ആലിസ് റിവേഴ്സ് തന്റെ ജീവനേക്കാൾ കൂടുതലായി ആഗ്രഹിക്കുന്നത് ഹരൻഹാളിന്റെ പൂർണ്ണമായ നിയന്ത്രണം മാത്രമാണ്. അതുകൊണ്ടുതന്നെ ആ സമ്മാനത്തിനായി വന്ന വേട്ടക്കാരെ അവിടെ നിന്നും തന്ത്രപരമായി തുരത്താൻ അവൾ തീരുമാനിച്ചു. തനിക്ക് ഈ കോട്ടയുടെ അധികാരം നിഷേധിച്ച ഡേമണിനോടുള്ള അടങ്ങാത്ത ദേഷ്യം അവളുടെ ഉള്ളിൽ വലിയൊരു തീജ്വാലയായി എരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദേഷ്യത്തിൽ അവൾ റെനേറായെ നന്ദിയില്ലാത്ത രാജ്ഞിയെന്ന് മനസ്സിൽ വിളിച്ചു. കാരണം തനിക്ക് അർഹതപ്പെട്ട ഈ വലിയ കോട്ട മറ്റാർക്കോ നൽകാൻ അവൾ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു. തണുത്തുവിറച്ചു നിൽക്കുന്ന ആ വേട്ടക്കാരുടെ അടുത്തേക്ക് വളരെ പതുക്കെ നടന്നെടുത്ത ആലിസ് റിവേഴ്സ് തന്റെ വലിയ കണ്ണുകൾ കൊണ്ട് അവരെ തുറച്ചുനോക്കി. ഈ കോട്ടയിൽ അവനില്ലെന്നും ചില അദൃശ്യരായ പ്രേതങ്ങൾ മാത്രമേ ഈ തണുത്ത ചുവരുകൾക്കുള്ളിൽ ജീവിക്കുന്നുള്ളൂ എന്നും അവൾ വളരെ ശാന്തമായി പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് ആകാശത്ത് ചെവികൾ തുളയ്ക്കുന്ന വലിയ ശബ്ദത്തോടെ ഇടിമുഴങ്ങി. ആ ഭയാനകമായ ശബ്ദത്തിനു പിന്നാലെ കോട്ടയുടെ ഇരുണ്ട ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രൂരരായ പ്രേതങ്ങളുടെ ചോര മരവിപ്പിക്കുന്ന കഥകൾ ആലിസ് റിവേഴ്സ് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറയാൻ തുടങ്ങി. പെട്ടെന്ന് കടുത്ത നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അവൾ തന്റെ കയ്യിലിരുന്ന ഒരു ചെറിയ കല്ല് ആ കറുത്ത ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കല്ല് തറയിൽ വീണ ശബ്ദത്തിനൊപ്പം എങ്ങുനിന്നോ വലിയൊരു കൂട്ടം വവ്വാലുകൾ ചിറകടിച്ച് അവർക്ക് മുകളിലൂടെ പറന്നെത്തി. ആ വവ്വാലുകളുടെ കൂട്ടമായുള്ള ഭയാനകമായ ചിറകടിയൊച്ചകൾക്കിടയിൽ ആലിസ് റിവേഴ്സ് അവിടെ നിന്നും ഒരു മാന്ത്രികവിദ്യ പോലെ അപ്രത്യക്ഷയായി. ഭയന്നു വിറച്ചു നിൽക്കുന്ന ആ വേട്ടക്കാർക്ക് മുൻപിൽ അവൾ മാഞ്ഞുപോയ ആ വലിയ ഇരുട്ടിൽ നിന്നും ഒരു കറുത്ത ആടിന്റെ ശബ്ദം മാത്രം വളരെ ഭയാനകമായി മുഴങ്ങിക്കേട്ടു. അസ്വസ്ഥമായ ഉറക്കത്തിൽ ഭയന്നു വിറയ്ക്കുന്ന ഏമോണ്ടിന്റെ മുഖത്തേക്ക് തന്റെ ഇരുണ്ട കണ്ണുകൾ നട്ട് ആലിസ് റിവേഴ്സ് നിശബ്ദയായി ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന അവൻ കടുത്ത ഭയത്തോടെ സമാധാനത്തിനായി ആലിസ് റിവേഴ്സിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഞാൻ മരിക്കുമെന്ന് അവൾ പറഞ്ഞു. ഞാനെല്ലാം നശിപ്പിച്ചുവെന്ന് അവൻ വീണ്ടും പറഞ്ഞു. ദ ഗോഡ്സ് ഐയിൽ വെച്ച് അവനൊരിക്കലും തിരിച്ചുവരാത്ത വിധമില്ലാതാകുമെന്ന ഹെലീനയുടെ ആ ക്രൂരമായ പ്രവചനം അവന്റെ മനസ്സിൽ ഒരു വലിയ തീജ്വാലയായി എരിഞ്ഞു നിൽക്കുകയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി തോൽവിയുടെ വലിയൊരു ഭാരം അനുഭവിക്കുന്ന അവന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു.
അമ്മേ എന്ന് അവൻ വേദനയോടെ വിളിച്ചപ്പോൾ ആ വലിയ മുറിയിലെ കനത്ത ഇരുട്ടിലേക്ക് അലിഞ്ഞു ചേരുന്ന വിധത്തിൽ ആലിസ് റിവേഴ്സ് അവനെ ഉറക്കാൻ വേണ്ടി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഒരു പാട്ട് പാടാൻ തുടങ്ങി. ആ പാട്ടിന്റെ ഈണം ആ ഭയാനകമായ കോട്ടയുടെ ഇടനാഴികളിൽ വലിയൊരു മാറ്റൊലിയായി മുഴങ്ങിക്കേട്ടു. മിസ്റ്റർ ഓർവൈലിന്റെ കാലൊച്ചകൾ റെഡ് കീപ്പിന്റെ ഇരുണ്ടതും തണുത്തതുമായ കൽത്തറയിൽ ഭയാനകമായി മുഴങ്ങിക്കേട്ടു. ആ വലിയ ഇടനാഴികളിൽ പന്തങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളുമായി ഇരതേടുന്ന പൂച്ചകളെ വളരെ കഷ്ടപ്പെട്ട് മറികടന്ന് അയാൾ മുൻപോട്ടു നടന്നു. ശ്വാസമടക്കിപ്പിടിച്ച് അയാൾ ആലിസന്റിന്റെയും ഹെലേനയുടെയും തടവറയ്ക്ക് സമാനമായ വലിയ മുറിക്ക് മുൻപിൽ എത്തിച്ചേർന്നു. എന്നാൽ അയാൾ ആരുമറിയാതെ അവിടെയെത്താൻ ശ്രമിച്ചെങ്കിലും ഭയന്ന് ഒളിച്ചു നിൽക്കുന്ന ഒരു വേലക്കാരി അയാളുടെ ഈ രഹസ്യയാത്ര കാണുകയും ആ വിവരം ഇരുട്ടിന്റെ മറവിലൂടെ പിന്നീട് മൈസാരിയയിൽ എത്തുകയും ചെയ്തു. ആ മുറിക്ക് മുൻപിൽ കാവൽ നിൽക്കുന്ന ഭടന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇത് സ്ത്രീകളുടെ ചില രഹസ്യപ്രശ്നങ്ങളാണെന്ന് വളരെ തന്ത്രപരമായി പറഞ്ഞു വിശ്വസിപ്പിച്ച ശേഷം മൈസ്റ്റർ ഓർവൈൽ ആ കനത്ത ഇരുട്ടുള്ള മുറിക്കുള്ളിലേക്ക് മെല്ലെ കടന്നു. അയാളുടെ വിറയ്ക്കുന്ന കൈകളിൽ ഗർഭമലസിപ്പിക്കാനുള്ള മൂൺ ടീ ഉണ്ടായിരുന്നു. ആലിസന്റിനോട് ആ മരുന്ന് നീട്ടുമ്പോൾ താൻ ഈ വലിയ സഹായം ചെയ്യുന്നത് അവരോടുള്ള തന്റെ പഴയ സ്നേഹം കൊണ്ടാണെന്നും എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ താൻ റെനേറയോട് മാത്രമേ പൂർണ്ണമായ കൂറ് പുലർത്തുകയുള്ളൂ എന്നും അയാൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്നാൽ ആ മുറിയുടെ ഒരു ഇരുണ്ട കോണിൽ തണുത്തുവിറച്ചു നിൽക്കുന്ന ഹെലനായുടെ കണ്ണുകളിൽ കടുത്ത ഭയവും സങ്കടവും അലയടിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഉള്ളിൽ പതുക്കെ വളരുന്ന ആ ചെറിയ ജീവനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അവളുടെ ഈ പിന്മാറ്റം കണ്ട ആലിസന്റ് വരാനിരിക്കുന്ന വലിയ ഭയാനകമായ ദുരന്തങ്ങളെക്കുറിച്ച് അവൾക്ക് മുന്നറിയിപ്പ് നൽകി. ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ അവകാശിയായി വരാൻ സാധ്യതയുള്ള ആ കുട്ടിയെ റെനേറ ക്രൂരമായി കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്നേക്കുമായി ഒരു തടവുകാരനാക്കി മാറ്റുകയോ ചെയ്യുമെന്ന് അലൈസന്റ് വളരെ വേദനയോടെ പറഞ്ഞു. പെട്ടെന്ന് ആ മുറിയിലെ വലിയ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഹരൻഹാളിൽ തനിച്ചു നിൽക്കുന്ന എമുണ്ടനെക്കുറിച്ച് ഹെലന ഭീതിയോടെ സംസാരിക്കാൻ തുടങ്ങി. അവൻ എരിയുകയാണ്, എന്നാൽ അവിടെ തീയില്ല എന്ന് വളരെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. താൻ കാണുന്ന ഇത്തരം പ്രവചനങ്ങളെക്കുറിച്ച് ആരും വിശ്വസിക്കാത്ത അവൾ ആദ്യമായി വളരെ വ്യക്തമായി സംസാരിക്കുകയായിരുന്നു. എമുണ്ട് ഒരുപക്ഷെ റെനേറായെ ആക്രമിക്കാൻ വന്നാൽ പ്രതികാരമായി റെനേറ ഈ കുഞ്ഞിനെയും അതുവഴി ഹെലനയെയും ഒരു പരിചയായി ഉപയോഗിക്കുമെന്ന് അലൈസന്റ് തിരിച്ചറിഞ്ഞു. ആ കടുത്ത ഭീതിയോടെ അലൈസന്റ് അവളെ വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സ്വന്തം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഹെലന വലിയ ശബ്ദത്തിൽ പൊട്ടിക്കരഞ്ഞു. ഇതെന്റേതാണ്, ഇത് എന്റേതു മാത്രമാണ് എന്നവൾ കണ്ണീരോടെ ആ മുറിയിൽ അലറിക്കരഞ്ഞു. തന്റെ പ്രിയപ്പെട്ട മകനായ ജെഹറിസ് മുൻപ് വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ വലിയ ആഘാതത്തിൽ നിന്നും ആ അമ്മ മനസ്സ് ഇപ്പോഴും മുക്തയായിരുന്നില്ല. ആ പഴയ ഭയാനകമായ ഓർമ്മകളിൽ നിന്നും എങ്ങോട്ടെങ്കിലും ജീവനും കൊണ്ട് ഓടിയകലാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്ത് റെനേറ തന്റെ തന്നതായ വലിയ പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തോടെ അഭിമുഖീകരിക്കുകയായിരുന്നു. പന്തങ്ങളുടെ തീജ്വാലകൾ എരിയുന്ന ആ ഇരുണ്ട മുറിയിൽ അതിയായ ദേഷ്യത്തോടെ വലിഞ്ഞുമുറുകിയ മുഖവുമായി സബിത ഫ്രേ നിൽപ്പുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിൽ സൈനികമായി സഹായിക്കുന്നതിനു പകരമായി ഹരൻഹാൾ നൽകാമെന്ന വലിയൊരു വാഗ്ദാനം അവൾക്ക് മുൻപ് ലഭിച്ചിരുന്നു. എന്നാൽ മരണപ്പെട്ടുപോയ ജെയ്സായിരുന്നു ഇത്തരമൊരു വാഗ്ദാനം അവൾക്ക് നൽകിയിരുന്നത് എന്ന സത്യം ആ മുറിയിലെ ഇരുട്ടിൽ ഒരു വലിയ ഭാരമായി അപ്പോഴും അവശേഷിച്ചു. തനിക്ക് അർഹതപ്പെട്ടത് ലഭിക്കണം എന്നാവശ്യപ്പെട്ട് സബിത ഫ്രേ വലിയ ശബ്ദമുയർത്തിയപ്പോൾ ആ മുറിയിലെ അന്തരീക്ഷം വല്ലാതെ ശ്വാസമുട്ടിക്കുന്ന തരത്തിൽ മാറി. എന്നാൽ റെനേറ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തന്റെ ആഴമേറിയതും തണുത്തതുമായ കണ്ണുകൾ കൊണ്ട് യാതൊന്നും മിണ്ടാതെ അവളെ നിശബ്ദയായി തുറച്ചുനോക്കി. ഒരു വലിയ രാജാധികാരത്തിന്റെ ഭാരം നിറഞ്ഞ ആ ഒറ്റ നോട്ടത്തിൽ തന്നെ സബിത ഫ്രേയുടെ ഉള്ളിലെ ദേഷ്യവും അഹങ്കാരവും മുഴുവൻ അണഞ്ഞുപോയി. അവൾ ഭയത്തോടെ തന്റെ തല താഴേക്ക് കുനിച്ചു. തുടർന്ന് ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ റെനേറ അവളെ സ്മോൾ കൗൺസിലിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ഉത്തരവിറക്കി. എന്താണ് അവിടെ അവളുടെ യഥാർത്ഥ പദവി എന്ന് ആർക്കും വ്യക്തമായിരുന്നില്ലെങ്കിലും ആ ഇരുണ്ട കൗൺസിൽ മുറിയിൽ പുതിയൊരു മാറ്റം അതോടെ ആരംഭിക്കുകയായിരുന്നു. തുടർന്ന് അധികാരത്തെച്ചൊല്ലി സാബിത ഫ്രേയും ടോർഹൻ മാൻഡർലിയും തമ്മിൽ വലിയ തർക്കങ്ങളും വാഗ്വാദങ്ങളും നടക്കാൻ തുടങ്ങി. അവരുടെ ഈ നിരന്തരമായ സംസാരവും ബഹളവും കേട്ട് ആ മുറിയുടെ ഒരു ഇരുണ്ട കോണിൽ നിശബ്ദനായിരിക്കുകയായിരുന്ന ഡേമണിന്റെ ദേഷ്യം ഒരു വലിയ തീജ്വാല പോലെ ആളിക്കെത്താൻ തുടങ്ങി. ആ വലിയ മേശയ്ക്ക് ചുറ്റും ക്ഷീണത്താൽ തളർന്ന ശരീരത്തോടെ ആഡമും ബയലായും നിന്നിരുന്നു. തങ്ങൾ ഈമോണ്ടിനെ തിരഞ്ഞുപോയ വലിയ യാത്രയുടെ വിവരങ്ങൾ അവർ വളരെ പതുക്കെ പറഞ്ഞു. തണുത്ത കാറ്റിൽ വലിയൊരു ഡ്രാഗണായ ഭാഗറിന്റെ ഭയാനകമായ കാൽപ്പാടുകൾ അവർ കണ്ടിരുന്നുവെങ്കിലും എവിടെയും ഈമോണ്ടിന്റെ യാതൊരു അടയാളവും ഉണ്ടായിരുന്നില്ല. ഈ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്ന് സിറ്റി വാച്ചിന്റെ പ്രശ്നങ്ങളെ ചൊല്ലി ഡെയ്മണും മൈസാരിയയും തമ്മിൽ വലിയൊരു വാഗ്വാദം ആരംഭിച്ചു. 2 ഗോൾഡ് ക്ലോക്സിനെ അജ്ഞാതനായ ഒരാൾ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന വാർത്ത ഡേമൺ വളരെ ദേഷ്യത്തോടെ അവിടെ പറഞ്ഞു. ആ വലിയ കൊട്ടാരത്തിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള ഭയം എല്ലാവരുടെയും കണ്ണുകളിൽ നിഴലിച്ചു. അപ്പോഴാണ് ഫ്ലീ ബോട്ടം എന്ന സ്ഥലം തീർത്തും മോശക്കാരായ ആളുകൾ ജീവിക്കുന്ന ഇടമാണെന്ന് ടോർഹൻ മാൻഡർലി വളരെ പുച്ഛത്തോടെ പറഞ്ഞു. ഒരു കാലത്ത് അവിടുത്തെ രാജകുമാരനായി അറിയപ്പെട്ടിരുന്ന ഡെയ്മോണിന്റെ ഉള്ളിലെ ദേഷ്യം അതുകേട്ട് ഒരു വലിയ കാട്ടുതീ പോലെ ആളിക്കെത്തി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം റെനേറയുടെ മനസ്സ് കടുത്ത ഭയത്താൽ വിറയ്ക്കുകയായിരുന്നു. ഓർമോണ്ട് ഹൈടവറും അവനൊപ്പമുള്ള ഭയാനകമായ ആ വലിയ ഡ്രാഗണും തന്റെ അധികാരത്തിന് വലിയൊരു ഭീഷണിയാണെന്ന് അവൾ ഭീതിയോടെ ചിന്തിച്ചു.
എങ്ങനെയെങ്കിലും ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി ആഡംനോടും ബൈലായോടും എത്രയും വേഗം റിവർലാൻഡ്സിലേക്ക് തിരികെ പോകാൻ റെനേറ നിർദ്ദേശിച്ചു. എന്നാൽ തണുത്തുറഞ്ഞ ആ രാത്രിയിൽ ബൈലായ്ക്ക് വിശ്രമം ആവശ്യമാണെന്ന് ആഡം കടുത്ത ആശങ്കയോടെ പറഞ്ഞു. ഞാൻ യുദ്ധത്തിന് തയ്യാറാണെന്ന് ബെല വീണ്ടും തറപ്പിച്ചു പറഞ്ഞു. അതുകേട്ട റെനേറ തന്റെ ദേഷ്യം മുഴുവൻ ഡീമോണിന്റെ നേർക്ക് തിരിക്കുകയും അവനോട് അവിടേക്ക് പോകാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ കൽപ്പന നിരസിച്ചുകൊണ്ട് സിറ്റി വാച്ചിന്റെ പ്രശ്നങ്ങൾ തീർക്കാനാണ് താനിപ്പോൾ നിൽക്കുന്നതെന്ന് ഡീമോൺ വളരെ കർക്കശമായി പറഞ്ഞു. തന്റെ അധികാരത്തെ എല്ലാവരും ചോദ്യം ചെയ്യുകയാണോ എന്ന വലിയൊരു ചിന്ത റെനേറയെ വല്ലാതെ തളർത്തി. പഴയ ഡ്രാഗൺസ്റ്റോണിൽ അനുഭവിച്ച അതേ ഒറ്റപ്പെടൽ അവൾക്കവിടെ അനുഭവപ്പെട്ടു. ഈ കൊട്ടാരത്തിൽ എവിടെയോ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അത് ഞാൻ കണ്ടുപിടിക്കുമെന്നും കണ്ണുനീരോടെ റെനേറ പറഞ്ഞു. എന്നാൽ അവൾ പ്രതികാരം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് ഡീമൺ അവിടെ പറഞ്ഞു. റുക്സ് റെസ്റ്റിന്റെ പുകയുന്ന അവശിഷ്ടങ്ങൾക്ക് പിന്നിൽ ഇരുണ്ട മരങ്ങൾ തിങ്ങിനിറഞ്ഞ കാട്ടിലൂടെ ഏഗോൺ വളരെ ക്ഷീണിതനായി ഭാരമേറിയ കാൽവെപ്പുകളോടെ നടന്നു നീങ്ങി. അവന്റെ പിന്നാലെ കാലടികൾ അധികം കേൾപ്പിക്കാതെ ലാരിസ് വളരെ ശ്രദ്ധയോടെ നടക്കുന്നുണ്ടായിരുന്നു. ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്നതിനു പകരം 2 ദിവസങ്ങൾക്ക് മുൻപ് വലിയൊരു ഡ്രാഗണായ വാഗറിനെ കണ്ട വെൻഡിഷ് ടൗണിലേക്ക് അല്ലെങ്കിൽ അങ്ങ് ദൂരെയുള്ള ഹരൻഹാളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരണമെന്നായിരുന്നു ഏഗോണിന്റെ ആഗ്രഹം. തന്റെ ശത്രുവായി മാറിയ ഈമണ്ടിനെ അവിടെ കണ്ടെത്താനാകുമെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ ആ കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അതൊരു വലിയ അപകടമാണെന്നും അവിടേക്ക് പോകരുതെന്നും ലാരിസ് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും അതുവരെ അടക്കിപ്പിടിച്ചിരുന്ന ഏഗോണിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എനിക്കെന്ത് ചെയ്യാൻ കഴിയില്ല എന്നെന്നോട് പറയുന്നത് നിർത്തൂ. അതിയായ ദേഷ്യത്തോടെ വലിഞ്ഞുമുറുകിയ മുഖത്തോടെ ഏഗോൺ പറഞ്ഞു. തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തകർച്ചകൾക്കും ദുരന്തങ്ങൾക്കും കാരണം എമുണ്ട് ആണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തി സ്വന്തം കൈകൾ കൊണ്ട് കൊലപ്പെടുത്തണം എന്ന ചിന്ത അവനിൽ ഒരു കാട്ടുതീ പോലെ ആളിക്കെത്തി. അത് കേട്ടപ്പോൾ ലാരിസിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കേവലം ഒരു ചെറിയ മൂളൽ മാത്രം അവൻ പുറപ്പെടുവിച്ചു. കൊട്ടാരത്തിന്റെ മറ്റൊരു ഇരുണ്ട ഭാഗത്ത് കനത്ത മരവിപ്പുള്ള ഒരു മുറിക്കുള്ളിൽ അലൈസന്റ് വളരെ നിശബ്ദയായിരിക്കുകയായിരുന്നു. ആ വലിയ മരമേശയിൽ തലവെച്ച് ഹെലന വലിയ ക്ഷീണത്തോടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വലിയ തടിവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അലൈസന്റ് ഭയത്തോടെ തിരിഞ്ഞുനോക്കി. കാൽപ്പാടുകൾ ഒട്ടും കേൾപ്പിക്കാതെ ഇരുട്ടിൽ നിന്നും മൈസാരിയ അവളുടെ മുൻപിലേക്ക് നടന്നെത്തി. അവർ തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. എന്നാൽ ആ നിശബ്ദതയിൽ വലിയൊരു അപകടം പതിയിരിപ്പുണ്ടായിരുന്നു. ആലിസന്റിന്റെ കയ്യിലുള്ള ഗർഭം അലസിപ്പിക്കാനുള്ള മൂൺടീയെക്കുറിച്ചുള്ള വലിയ രഹസ്യം അപ്പോഴേക്കും മൈസാരിയ മനസ്സിലാക്കിയിരുന്നു. തന്റെ വലിയ രഹസ്യം പിടിക്കപ്പെടുമോ എന്ന കടുത്ത ഭയത്താൽ ആലിസന്റിന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. അവൾ പെട്ടെന്ന് തന്നെ തന്റെ കള്ളങ്ങൾ മെനയാൻ തുടങ്ങി. തന്റെ ഭാണ്ഡത്തിൽ നിന്നും ആ വലിയ പാത്രം പുറത്തെടുത്ത് ഉറങ്ങിക്കിടക്കുന്ന ഹെലനയ്ക്ക് കടുത്ത തലവേദനയാണെന്നും അതിനുള്ള മരുന്നാണിതെന്നും അലൈസന്റ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്നാൽ മൈസേരിയയുടെ തണുത്ത കണ്ണുകളിൽ യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ആ നോട്ടം സഹിക്കാൻ കഴിയാതെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഓടി രക്ഷപ്പെടണമെന്ന് അലൈസന്റ് അതിയായി ആഗ്രഹിച്ചു. എന്നാൽ ആ മുറിയുടെ കനത്ത ഇരുട്ടിൽ മറ്റൊരു വഴിയുമില്ലാതെ അവൾ തനിക്കൊരു കാമുകനുണ്ടെന്നും ആ വിവരം റെനേറയ്ക്ക് അറിയാമെന്നും ഈ മൂൺടീ തനിക്ക് കുടിക്കാനുള്ളതാണെന്നും വളരെ വലിയൊരു കള്ളം അവളോട് പറഞ്ഞു. തന്റെ ആ കള്ളം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഭയത്താൽ വിറയ്ക്കുന്ന കൈകളോടെ ആലിസന്റ് ആ കൈപ്പേറിയ മൂൺടീ മുഴുവനായും ഒറ്റവലിക്ക് കുടിച്ചു തീർത്തു. ആ മരുന്നിന്റെ അസഹനീയമായ രുചി അവളുടെ തൊണ്ടയിലൂടെ താഴേക്കിറങ്ങിയപ്പോൾ അവളുടെ മുഖത്തെ പേശികൾ വലിഞ്ഞുമുറുകി. വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ തന്റെ വയറ്റിലുണ്ടാകാൻ പോകുന്ന അസഹനീയമായ വേദനയെക്കുറിച്ച് ചിന്തിച്ച് അവൾ ആ കനത്ത ഇരുട്ടിലേക്ക് നോക്കി ശ്വാസമടക്കിപ്പിടിച്ച് നിശബ്ദയായി നിന്നു. ഇതൊക്കെ എന്ത് ദ്രോഹാടോ! സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? തണുത്തുറഞ്ഞ കാറ്റിൽ ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ ക്രിസ്റ്റൻ കോളിന്റെയും ഗ്വെയ്ൻ ഹൈടവറിന്റെയും യാത്ര തുടരുകയായിരുന്നു. ആ നീണ്ട നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഗ്വെയ്ൻ ഹൈടവർ തന്റെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു. കുട്ടിക്കാലത്ത് ഓർമുണ്ടിനോട് മത്സരിച്ച് വാനോളം ഉയർന്നു നിൽക്കുന്ന ഹൈടവറിന്റെ ഏറ്റവും മുകളിലേക്ക് കയറിയ കഥ അവൻ വിവരിച്ചു. തീർച്ചയായും ഞാൻ അവനെ ജയിക്കാൻ അനുവദിക്കുകയായിരുന്നു, ഗ്വെയ്ൻ ഹൈടവർ പറഞ്ഞു. ഈ സംസാരത്തിനിടയിൽ ഗ്വെയ്ൻ ഹൈടവർ വളരെ തന്ത്രപരമായി ഒരു വലിയ വാഗ്ദാനം അവനു മുൻപിൽ വെച്ചു. ഈ യുദ്ധം അവസാനിച്ചതിനു ശേഷം ഹൌസ് ഹൈടവറിന്റെ സേവനത്തിൽ ചേരാൻ അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ ക്രിസ്റ്റൻ കോളിന്റെ കണ്ണുകളിൽ നിന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരം വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം വരാനിരിക്കുന്ന അപ്രതീക്ഷിതമായ വലിയൊരു അപകടം അവരുടെ മുൻപിൽ ഇരുട്ടിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുകയായിരുന്ന ഒരു കുതിരയുടെ ദയനീയമായ നിലവിളി ആ കാടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചു. ശത്രുക്കൾ പുല്ലുകൾക്കിടയിൽ വളരെ വിദഗ്ധമായി ഒളിപ്പിച്ചുവെച്ചിരുന്ന കൂർത്ത ഇരുമ്പാണികളിൽ ചവിട്ടി കുതിരകൾ ചോരയൊലിപ്പിച്ച് വലിയ ശബ്ദത്തോടെ താഴേക്ക് വീണു. തന്റെ കുതിരയുടെ ജീവൻ പോകുന്ന വേദന കണ്ട് ക്രിസ്റ്റൻ കോളിന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞുമുറുകി. അവൻ പതുക്കെ തന്റെ വാളൂരി ഒറ്റവെട്ടിന് ആ മൃഗത്തിന്റെ വേദന എന്നേക്കുമായി അവസാനിപ്പിച്ചു. കുതിരകളെ നഷ്ടപ്പെട്ടതോടെ അവർക്ക് കാൽനടയായി യാത്ര തുടരേണ്ടി വന്നു. താൻ കുടിച്ച ആ കൈപ്പേറിയ മരുന്നിന്റെ ഫലമായി വയറ്റിലുണ്ടായ വലിയ വേദന സഹിക്കാൻ കഴിയാതെ അലൈസന്റ് വല്ലാതെ ബുദ്ധിമുട്ടി. കനത്ത ശ്വാസമെടുത്ത് ഒരു ചൂടുള്ള തുണി വയറ്റിൽ അമർത്തിപ്പിടിച്ച് അവൾ ആ തണുത്ത തറയിലിരുന്നു.
തന്റെ പ്രിയപ്പെട്ട മകളായ ഹെലേനയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ അപ്പോൾ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ വലിയ കൊട്ടാരത്തിൽ നിന്നും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ അവൾ ഒരു വലിയ പദ്ധതി തയ്യാറാക്കി. റെഡ് കീപ്പിന്റെ ഇരുണ്ട വാതിലുകൾ കടക്കാൻ തന്റെ കഴുത്തിലെ വിലപിടിപ്പുള്ള മാല കാവൽക്കാർക്ക് കൈക്കൂലിയായി നൽകാൻ അവൾ തീരുമാനിച്ചു. ഹെലേനയുടെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളെങ്കിലും വരാനിരിക്കുന്ന ഭയാനകമായ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും ആ അമ്മ തയ്യാറായിരുന്നു. ബോട്ടമിന്റെ ഇടുങ്ങിയതും ചെളിനിറഞ്ഞതുമായ തെരുവുകളിലൂടെ അഴുകിയ മാംസത്തിന്റെയും ചോരയുടെയും രൂക്ഷഗന്ധം തങ്ങിനിന്നിരുന്നു. റെനേറയുടെ കൽപ്പനകൾ വളരെ കർശനമായി നടപ്പിലാക്കിയതിന് ലൂത്തർ ലാർജനോട് ഡേമൺ അതിയായ ദേഷ്യത്തോടെ സംസാരിക്കുകയായിരുന്നു. കൊട്ടാരത്തിനെതിരെ ചുമരുകളിൽ എഴുതുന്നവരെ വേട്ടയാടാൻ പോയതുകൊണ്ടാണ് ഗോൾഡ് ക്ലോക്സിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് അവൻ പറഞ്ഞു. സിറ്റി വാച്ചിലെ ഭടന്മാർക്കിടയിലുള്ള വലിയ അസ്വസ്ഥതകൾ താൻ ഒരു പ്രസംഗത്തിലൂടെ പരിഹരിക്കുമെന്ന് വലിയൊരു ദീർഘനിശ്വാസത്തോടെ അവൻ വീണ്ടും പറഞ്ഞു. പെട്ടെന്ന് ആ കനത്ത നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഭയാനകമായ മറ്റൊരു കാഴ്ച അവർക്ക് മുൻപിലേക്ക് വന്നു. ആ തണുത്ത തെരുവിലെ അഴുക്കുചാലിൽ വീണ്ടും 2 ഗോൾഡ് ക്ലോക്സിന്റെ മൃതദേഹങ്ങൾ ചൂടുള്ള ചോരയിൽ കുളിച്ചു കിടപ്പുണ്ടായിരുന്നു. അവരുടെ വയറുകൾ വളരെ ക്രൂരമായി കീറിമുറിക്കപ്പെട്ടിരുന്നു. ഉള്ളിലെ കുടലുകൾ പുറത്തേക്ക് ചാടി ആ ചെളിനിറഞ്ഞ മണ്ണിൽ കിടക്കുന്ന കാഴ്ച ആരുടെയും ചോര മരവിപ്പിക്കുന്നതായിരുന്നു. ഇതൊരു സാധാരണ പ്രതികാരമല്ല എന്ന് അവരുടെ തണുത്തുറഞ്ഞ കണ്ണുകളിലെ ഭയം വിളിച്ചോതി. സാധാരണക്കാരായ ജനങ്ങളാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഓർമണ്ട് ഹൈടവറിന്റെ ആളുകൾ ഫ്ലീബോട്ടമിൽ വന്ന് വളരെ തന്ത്രപരമായ കലാപങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. ശത്രുക്കളുടെ അതേ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവർ ആ വലിയ ഇരുട്ടിൽ രക്തരൂക്ഷിതമായൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ വലിയ സത്യം പൂർണ്ണമായും ഉറപ്പിച്ചുകൊണ്ട് ആ ഭയാനകമായ കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വലിയ കാക്ക ആ കറുത്ത ആകാശത്തിലൂടെ ഓർമണ്ടിന് ഒരു സന്ദേശവുമായി പറന്നകന്നു. മങ്ങിയ വെളിച്ചത്തിൽ നിശബ്ദനായി നിന്നുകൊണ്ട് ഓർമണ്ട് വളരെ ശ്രദ്ധയോടെ വായിക്കുകയായിരുന്നു. സ്വർണ്ണരക്തം ചിതറിത്തെറിച്ചു. 3 കണക്കിൽ രേഖപ്പെടുത്തി. ആ വലിയ കണക്കുപുസ്തകം ഇപ്പോൾ തുറന്നിരിക്കുന്നു എന്ന ആ വാക്കുകൾ വായിക്കുമ്പോൾ അവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞുമുറുകുകയും കണ്ണുകളിൽ ഒരു ക്രൂരമായ തിളക്കം മിന്നിമറയുകയും ചെയ്തു. കോട്ടയുടെ പണി പൂർത്തിയാക്കാൻ ആവശ്യമായ മരങ്ങളോ ഭടന്മാരോ സമയമോ നമ്മുടെ കൈവശമില്ല എന്ന് അവന്റെ വിശ്വസ്തനായ സൈനികൻ കടുത്ത ശ്വാസതടസ്സത്തോടെ പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ എല്ലാവരും ഇരട്ടിവേഗത്തിൽ പണിയെടുക്കണമെന്ന് ഓർമണ്ട് വളരെ കർശനമായി കൽപ്പിച്ചു. തന്റെ ആ കൽപ്പനയ്ക്ക് ശേഷം ഭാരമേറിയ കാൽവെപ്പുകളോടെ അവൻ ഡേറോണിന്റെ പാഠങ്ങൾ നടക്കുന്ന ഇരുണ്ട മുറിയിലേക്ക് നടന്നു. പന്തങ്ങളുടെ തീജ്വാലകളെരിയുന്ന ആ വലിയ മുറിയിൽ പഴയകാല ചരിത്രങ്ങൾ പഠിക്കാൻ തീർത്തും വിരസമാണെന്ന് ഡേറോൺ യാതൊരു ശ്രദ്ധയുമില്ലാതെ പറഞ്ഞു. ഡേറോൺ തന്റെ പാഠങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ ആ കടുത്ത ഭയത്തിൽ മേരിയ മാർട്ടലിന്റെ പേര് പറയാൻ അവൻ മറന്നുപോയി. അത് കേട്ടതും ഓർമുണ്ട് വലിയൊരു പുച്ഛത്തോടെ അവളെക്കുറിച്ച് അവിടെ സംസാരിക്കാൻ തുടങ്ങി. ഡോണിലെ മഞ്ഞത്തവള എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവൾ തടിയച്ചിയും അന്ധയും മുടിയില്ലാത്തവളുമായിരുന്നുവെന്ന് അവൻ വളരെ പതുക്കെ പറഞ്ഞു. ഒരു സൈനികന്റെ വലിയ ബുദ്ധിയുള്ള ചരിത്രത്തിലെ ഒരേയൊരു സ്ത്രീ അവൾ മാത്രമായിരുന്നുവെന്ന് പറയുമ്പോൾ അവന്റെ സ്വരത്തിൽ വലിയൊരു പുരുഷാധിപത്യത്തിന്റെ അഹങ്കാരം വ്യക്തമായി നിഴലിച്ചിരുന്നു. ആ തണുത്ത കൽത്തറയിലിരുന്ന് അവർ വളരെ ശ്രദ്ധയോടെ സൈവസേ കളിക്കുകയായിരുന്നു. താൻ മെനയുന്ന വലിയ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് ഓർമണ്ട് വളരെ വാചാലനായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡേറോൺ തന്റെ കണ്ണുകൾ ആ കരുക്കളിൽ മാത്രം ഉറപ്പിച്ചു നിർത്തി വളരെ നിശബ്ദനായിരുന്നു കളിച്ചു. ഓർമണ്ടിന്റെ അഹങ്കാരം നിറഞ്ഞ ആ വാക്കുകൾ അവസാനിക്കുന്നതിനു മുൻപ് തന്നെ അപ്രതീക്ഷിതമായി ഒരു വലിയ ഡ്രാഗണിന്റെ കരു ഉപയോഗിച്ച് ഡേറോൺ ആ കളിയിൽ വലിയൊരു വിജയം കരസ്ഥമാക്കി. ഡ്രാഗൺകളെ വെറും അറപ്പുള്ള ജീവികളായി ഓർമണ്ട് വർണ്ണിച്ചതിനു തൊട്ടുപിന്നാലെയായിരുന്നു ആ കരുവെച്ചുള്ള ഡേറോണിന്റെ നിശബ്ദമായ വിജയം. തന്റെ വലിയ തന്ത്രങ്ങളെല്ലാം തകർന്നതിന്റെ കടുത്ത ദേഷ്യത്തിൽ ഓർമുണ്ട് ആ വലിയ മരമേശയിൽ നിന്നും കരുക്കളെല്ലാം ഒറ്റയടിക്ക് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവൻ പതുക്കെ വന്ന് ഡേറോണിന്റെ തോളുകളിൽ ഇറുകെ പിടിച്ചു. വിജയത്തിനുവേണ്ടി ഒരിക്കലും മാപ്പു ചോദിക്കരുത് എന്നവൻ പറഞ്ഞു. തുടർന്ന് അവൻ തന്റെ കൈകളിൽ നിന്നും മഞ്ഞവെളിച്ചത്തിൽ തിളങ്ങുന്ന ചില സ്വർണ്ണ നാണയങ്ങൾ പുറത്തെടുത്തു. രാജാവെന്ന നിലയിൽ ഡേറോണിന്റെ മുഖം ആലേഖനം ചെയ്ത ആ വലിയ നാണയങ്ങൾ അവനു മുൻപിൽ വെക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഒരു രാജാവാണെങ്കിലും അല്ലെങ്കിലും അവനെ അങ്ങനെ തന്നെ കണക്കാക്കണം എന്ന വലിയൊരു ഇരുണ്ട ലക്ഷ്യം ആ തണുത്ത കാറ്റിൽ അലിഞ്ഞുചേരുന്നുണ്ടായിരുന്നു. കിങ്സ് ലാൻഡിങ്ങിന്റെ ഒരു ചെറിയ വിഷച്ചെടിയുടെ പച്ചിലയിലൂടെ പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പുഴുവിനെ നോക്കി ഹെലനായും അവളുടെ മകളായ ജെഹരായും നിശബ്ദരായി ഇരിക്കുകയായിരുന്നു. ഈ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വലിയ കിതപ്പോടെ ആലിസന്റ് കടന്നുവന്നു. എങ്ങനെയെങ്കിലും ആ കൊട്ടാരത്തിൽ നിന്നും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള വലിയൊരു പദ്ധതി അവൾ തയ്യാറാക്കിയിരുന്നു. മുൻപ് തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ കൊലപ്പെടുത്താൻ വേണ്ടി ബ്ലഡും ചീസും ഉപയോഗിച്ച ഈമോണ്ടിന്റെ മുറിയിലെ അതേ രഹസ്യവാതിലിലൂടെ രക്ഷപ്പെടാമെന്ന് ആലിസൺ വളരെ പതുക്കെ പറഞ്ഞു. എന്നാൽ ആ ക്രൂരമായ ഓർമ്മകൾ ഹെലനയുടെ മനസ്സിൽ ഒരു വലിയ തീജ്വാലയായി ആളിക്കെത്തി. അതിനേക്കാൾ ഉപരിയായി തങ്ങൾക്കൊപ്പം ജെഹരയെ കൂട്ടാൻ കഴിയില്ലെന്ന വലിയ സത്യം തിരിച്ചറിഞ്ഞ നിമിഷം ഹെലനയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അലൈസന്റ് തന്റെ കള്ളങ്ങൾ നിരത്താൻ തുടങ്ങിയപ്പോൾ അവളുടെ കണ്ണുകളിലെ ഭയം അത് വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ കള്ളം പറയുമ്പോൾ മുഖം വെട്ടിച്ചു മാറ്റുന്നു എന്ന് കടുത്ത നിരാശയോടെ ഹെലന പറഞ്ഞു. വെൻഡിഷ് ടൗണിന്റെ അതിർത്തികളിൽ പുകയുന്ന കരിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ വിലാപത്തിന്റേതുപോലെ വലിയൊരു കാറ്റ് കടന്നുപോയി.
ഭയാനകമായ വലിയൊരു ഡ്രാഗണായ ഭാഗർ അവിടെ വരുത്തിവെച്ച അതിക്രൂരമായ നാശനഷ്ടങ്ങൾക്കിടയിലൂടെ ബൈലായും ആഡമും വളരെ പതുക്കെ നടന്നു നീങ്ങി. ക്ഷീണത്താൽ തളർന്ന ബൈലായുടെ വിളറിയ മുഖത്തേക്ക് നോക്കി. അവൾക്ക് അല്പം വിശ്രമവും ഭക്ഷണവും ആവശ്യമാണെന്ന് ആഡം വലിയൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എന്നാൽ ആ തണുത്ത കാറ്റിൽ അവളുടെ മനസ്സ് വലിയൊരു വേദനയുടെ തീജ്വാലകളിൽ എരിയുകയായിരുന്നു. താൻ ഏറെ സ്നേഹിച്ച ജേസിന്റെ ഭയാനകമായ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെനേറ തന്റെ മേൽ ചുമത്തുന്നുവെന്ന വലിയ സത്യം അവളുടെ ശ്വാസഗതിയെ വല്ലാതെ വേഗത്തിലാക്കിയിരുന്നു. ആ പഴയ വേദനയേറിയ ഓർമ്മകളിൽ നിന്നും എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് ഓടി അകലാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ ആ വലിയ കുറ്റബോധം അവളെ ആ മരവിച്ച മണ്ണിൽ തന്നെ തളച്ചിട്ടു. ഒരു ദിവസം താൻ ഈ വലിയ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയാകുമെന്ന് അവൾ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് തീർത്തും ശൂന്യമായൊരു വലിയ ഇരുട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നതുപോലെ അവൾക്ക് തോന്നി. ഈ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരുപക്ഷെ അവൾക്കായി വലിയൊരു പുതിയ യാത്ര കാത്തിരിപ്പുണ്ടാകാമെന്ന് ആഡം വളരെ പതുക്കെ അവളോട് പറഞ്ഞു. എന്നാൽ തന്നെ മറ്റാർക്കെങ്കിലും വിവാഹം കഴിച്ചു നൽകുമെന്നും ആ വലിയ ഇരുട്ടാണ് തന്റെ ഭാവിയെന്നും അവൾ കടുത്ത നിരാശയോടെയും കണ്ണീരോടെയും പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് കുറച്ചുനേരം നിശബ്ദനായി നിന്ന ആഡം ആ കനത്ത ശൂന്യതയിലേക്ക് നോക്കി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചു. ആ സമയം വരുമ്പോൾ താൻ വന്ന് നിന്നെ കണ്ടെത്തുമെന്നും നാമാരും അറിയാത്ത വിദൂരതയിലേക്ക് നമ്മൾക്കൊരുമിച്ച് പറന്നകലാമെന്നും അവൻ പറഞ്ഞു. കുറച്ചുനേരത്തെ ആശ്വാസത്തിനു ശേഷം വീണ്ടും കണ്ണു തുറന്ന യമുണ്ട് ആ വലിയ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ തന്റെ പ്രിയപ്പെട്ട ഭഗറിന്റെ വലിയ കണ്ണ് കാണാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ആ തണുത്ത ആകാശത്ത് എവിടെയാണ് തന്റെ വലിയ ഡ്രാഗൺ എന്ന് അവൻ ഭീതിയോടെ തിരഞ്ഞു. തണുത്ത കൽച്ചുവരുകളിൽ പിടിച്ച് പുറത്തെ ഇരുണ്ട ശൂന്യതയിലേക്ക് നോക്കി നിൽക്കെ പെട്ടെന്ന് ശക്തി ക്ഷയിച്ച് അവൻ ആ തറയിലേക്ക് കുഴഞ്ഞു വീണു. തന്റെ ഭയാനകമായ ഡ്രാഗൺ ഇല്ലാതെ താൻ ഒന്നുമല്ല എന്ന് അവൻ കടുത്ത നിരാശയോടെ പറഞ്ഞു. എന്നാൽ അത് അങ്ങനെയല്ല എന്നു പറഞ്ഞ് റെനേറ ഇതിനോടകം തന്നെ കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുത്തുവെന്നും ഏഗോണിന്റെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പോൾ അവന്റെ തലയിലാണെന്നും ആലിസ് റിവേഴ്സ് അവനെ ഓർമ്മിപ്പിച്ചു. കുട്ടിക്കാലത്ത് താൻ ഏറെ ആരാധിച്ചിരുന്ന ഏഗോണിൽ നിന്നും തനിക്ക് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും തന്റെ അമ്മയായ അലൈസന്റിനെക്കുറിച്ചും യമുണ്ട് വളരെ വികാരാധീനനായി സംസാരിച്ചു. ചിലപ്പോൾ അമ്മയെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കുട്ടിയെയായിരിക്കും ആ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ആലിസ് റിവേഴ്സ് പറഞ്ഞു. ആ നിഗൂഢമായ വാക്കുകൾ കേട്ട് താൻ ആരാണെന്ന് ഈമോണ്ട് ചോദിച്ചു. താനും വലിയ സങ്കടങ്ങൾ അനുഭവിച്ച ഒരുവളാണെന്ന് മാത്രം അവൾ വളരെ പതുക്കെ പറഞ്ഞു. ആ നിശബ്ദതയിൽ അവളുടെ ഭൂതകാലത്തിന്റെ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. തളർന്ന കാലുകളോടെ അവർ ഒടുവിൽ തങ്ങളുടെ പഴയ കാക്കകളുടെ വണ്ടിക്കരികിലേക്ക് തിരികെയെത്തി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വല്ലാതെ മുഖം വീർപ്പിച്ച് ഏഗോൺ ആ തകർന്ന വണ്ടിക്കരികിലിരുന്നു. നമ്മൾക്ക് തിരികെ ക്യാമ്പിലേക്ക് പോകണമോ എന്ന് യാതൊരു വികാരവുമില്ലാതെ ലാരിസ് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ഏഗോണിന്റെ ഉള്ളിലെ അസൂയയും സങ്കടവും ഒരു അണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തേക്കൊഴുകി. തന്റെ സഹോദരൻ എല്ലാ കാര്യങ്ങളിലും ഒരു അത്ഭുത പ്രതിഭയായിരുന്നുവെന്നും അവനെ എപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടി വന്നത് താൻ കടുത്ത വെറുപ്പോടെയാണ് ചെയ്തതെന്നും ഏഗോൺ പറഞ്ഞു. ഈമോണ്ടിന് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെന്നും അവനുള്ളതുപോലെയുള്ള സ്വാഭാവികമായ കഴിവുകൾ തനിക്കുമുണ്ടായിരുന്നെങ്കിൽ താൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ രാജാവാകുമായിരുന്നുവെന്നും അവൻ വലിയൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അതിനേക്കാളേറെ അവനെ തളർത്തിയത് മറ്റൊന്നായിരുന്നു. തങ്ങളുടെ അമ്മയായ ആലിസന്റിന് തന്നേക്കാൾ കൂടുതൽ സ്നേഹം എപ്പോഴും ഈമോണ്ടിനോടായിരുന്നുവെന്ന് അവൻ കടുത്ത വേദനയോടെ പറഞ്ഞു. ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും വലിയ ഭാഗ്യങ്ങളും ലഭിച്ചവനാണ് നീ, ഏഗോണിന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി ലാരിസ് പറഞ്ഞു. മഹത്വത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ തിളങ്ങി നിൽക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. എന്നാൽ നിനക്ക് ലഭിച്ച ആ വലിയ ജന്മാവകാശം നീ തന്നെ നിന്റെ സ്വന്തം കാലുകൾ കൊണ്ട് ചെളിയിലിട്ട് ചവിട്ടിയരച്ചു. ആ വാക്കുകൾ ഒരു മൂർച്ചയേറിയ വാളുപോലെ ഏഗോണിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. നീ വളരെ മോശപ്പെട്ട ഒരു രാജാവായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നീ തീർത്തും മോശപ്പെട്ട ഒരു മനുഷ്യനാണ്, യാതൊരു ദയയുമില്ലാതെ ലാരിസ് പറഞ്ഞു. ഈ കൊടിയ വാക്കുകൾ കേട്ട് തളർന്നുപോയ ഏഗോണിന്റെ മുഖത്ത് കടുത്ത അപമാനഭാരവും വേദനയും നിഴലിച്ചിരുന്നു. തന്റെ ഉള്ളിലെ അഹങ്കാരമെല്ലാം തകർന്ന് വലിയൊരു തോൽവി സമ്മതിച്ചവനെപ്പോലെ ഏഗോൺ തിരികെ പുകയുന്ന റുക്സ് റെസ്റ്റിലേക്ക് ഭാരമേറിയ കാൽവെപ്പുകളോടെ നടന്നു. കൊട്ടാരത്തിന്റെ മറ്റൊരു വശത്ത് സെപ്റ്റിന്റെ വിശുദ്ധമായ കൽത്തറയിൽ മങ്ങിയ മെഴുകുതിരി വെളിച്ചത്തിൽ റെനേറ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവളുടെ ഈ പ്രകടനങ്ങൾ കണ്ട് അതിയായ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ഇഷ്ടമില്ലാതെയാണെങ്കിലും ഡീമൺ അവൾക്കൊപ്പം ആ തണുത്ത തറയിൽ മുട്ടുകുത്തി നിന്നു. പെട്ടെന്ന് അവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞുമുറുകുകയും കൊല്ലപ്പെട്ട ഗോൾഡ് ക്ലോക്സിന്റെ ചോര മരവിപ്പിക്കുന്ന വിവരങ്ങൾ അവൻ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവളോട് പറയാൻ തുടങ്ങുകയും ചെയ്തു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയൊരു രക്തച്ചൊരിച്ചിൽ ആ തെരുവുകളിലുണ്ടാകുമെന്ന് അവൻ കടുത്ത ഭീതിയോടെ പറഞ്ഞു. അത് കേട്ട റെനേറയുടെ കണ്ണുകളിൽ വലിയൊരു ഭയം നിഴലിച്ചു. ശത്രു ഉള്ളിൽ തന്നെയുണ്ട് എന്ന് വലിയൊരു ദീർഘനിശ്വാസത്തോടെ റെനേറ പറഞ്ഞു. തനിക്കെതിരെ കൊട്ടാരത്തിനുള്ളിൽ തന്നെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ആ മങ്ങിയ വെളിച്ചത്തിൽ സ്വന്തം ഭയങ്ങളുടെയും സംശയങ്ങളുടെയും ഇടുങ്ങിയ ചിന്തകളിൽ കുടുങ്ങി പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ ആ രണ്ട് വലിയ അധികാരങ്ങളും ശ്വാസമടക്കിപ്പിടിച്ച് നിശബ്ദരായി ആ ഇരുട്ടിലേക്ക് തന്നെ തുറച്ചുനോക്കി നിന്നു. തന്നെ ഈ വലിയ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായി അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന സെപ്റ്റൻസിനെതിരെ റെനേറ കടുത്ത ദേഷ്യത്തോടെ തന്റെ ശബ്ദമുയർത്തി.
അവളുടെ കണ്ണുകളിൽ വലിയൊരു നിരാശയും ഭയവും നിഴലിച്ചിരുന്നു. അവളുടെ ഈ വലിയ ഭയം കണ്ട് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഡേമൺ വളരെ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നീയൊരു സ്ത്രീയാണെന്നും അതുകൊണ്ടുതന്നെ നിന്റെ അധികാരത്തിനെതിരെ എക്കാലത്തും വലിയ എതിർപ്പുകൾ ഉണ്ടാകുമെന്നും അവൻ വളരെ പതുക്കെ അവളോട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും റെനേറയുടെ ഹൃദയമിടിപ്പ് വല്ലാതെ വേഗത്തിലായി. തന്റെ ചുറ്റും ആളിക്കെത്തുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഈമോണ്ട്, ഏഗോൺ, ടംബിൾട്ടൺ എന്നിവരെക്കുറിച്ച് അവൾ കടുത്ത ശ്വാസതടസ്സത്തോടെ അവനോട് സംസാരിച്ചു. എനിക്കെതിരെ എന്തോ ഇളകുന്നുണ്ട്, രൂപമില്ലാത്ത എന്തോ ഒന്ന് പതുങ്ങിയിരിപ്പുണ്ട് എന്ന് ഹൈവലീരിയനിൽ അവൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇവർ വെറും മനുഷ്യരാണ്, മറ്റൊന്നുമല്ല എന്നവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഡേമൺ പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ, തന്റെ സിറ്റി വാച്ചിലെ ഗോൾഡ് ക്ലോക്സിനെ കൊലപ്പെടുത്തിയ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ നിനക്കിതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് റെനേറ അതിയായ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ആ വലിയ മുറിയുടെ ഇരുട്ടിൽ അവരുടെ ശ്വാസംമുട്ടലുകൾ മാത്രം ബാക്കിയായി. കനത്ത പടച്ചട്ടയുടെ വലിയ ഭാരം അവരുടെ ഓരോ ചുവടുകളെയും മന്ദഗതിയിലാക്കി. സൈനികർക്കിടയിൽ കടുത്ത ഭയം പടരുകയാണെന്നും അവരിൽ പലരും യുദ്ധമുപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ രഹസ്യമായി പദ്ധതിയിടുന്നുണ്ടെന്നും ഗ്വെയ്ൻ ഹൈറ്റവർ ഭയത്തോടെ പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ക്രിസ്റ്റൻ കോൾ ശ്വാസമടക്കിപ്പിടിച്ച് മുന്നോട്ട് തന്നെ നടന്നു. ലാരിസ് അവനൊരു വലിയ ആപ്പിൾ നീട്ടി. എന്നാൽ ആ കടുത്ത മരവിപ്പുള്ള അന്തരീക്ഷത്തിലേക്ക് അപ്രതീക്ഷിതമായി ടൈലാൻ ലാനിസ്റ്റർ കടന്നുവന്നു. തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നവരെ കണ്ട് ടൈലാൻ ലാനിസ്റ്ററിന്റെ കണ്ണുകളിൽ വലിയൊരു ഞെട്ടൽ പ്രകടമായിരുന്നു. തങ്ങളെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വേലക്കാരികളുടെ പഴയ വസ്ത്രങ്ങൾ ധരിച്ച് ആ കനത്ത മരവിപ്പിലൂടെ അലൈസന്റും ഹെലനായും അവിടെ നിന്നും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തന്റെ കുഞ്ഞായ ജഹേരായുമായി ആ നഴ്സ് നമ്മളെ കാത്തുനിൽപ്പുണ്ടാകുമോ എന്ന് ഹെലന ഭീതിയോടെ ചോദിച്ചു. ആ തുരങ്കത്തിന്റെ മറ്റേ അറ്റത്ത് അവർ ഉണ്ടാകുമെന്ന് അലൈസന്റ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്നാൽ അവർ ആ ഇരുണ്ട വാതിലിനു മുൻപിലെത്തിയതും കാലച്ചുകൾ കേൾപ്പിക്കാതെ ഒരു വലിയ നിഴൽ പോലെ മൈസാരിയ അവരുടെ മുൻപിലേക്ക് വന്നു. ആ കനത്ത നിശബ്ദതയിൽ അവർ ശ്വാസമടക്കി പിടിച്ചു നിന്നുപോയി. രക്ഷപ്പെടാനുള്ള തങ്ങളുടെ എല്ലാ വഴികളും അടഞ്ഞുവെന്ന വലിയ സത്യം തിരിച്ചറിഞ്ഞ നിമിഷം കടുത്ത ഭയത്താൽ ഹെലന പൂർണ്ണഗർഭിണിയാണെന്ന വലിയ രഹസ്യം അവർക്ക് അവളോട് പറയേണ്ടി വന്നു. ഈ ഭയാനകമായ സത്യം റെനേറയിൽ നിന്നും ഒരിക്കലും മറച്ചുവെക്കില്ലെന്ന് മൈസേരിയ തന്റെ തണുത്ത കണ്ണുകളിലൂടെ അവരെ നോക്കി വളരെ കർശനമായി പറഞ്ഞു. ഈ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി റെനേറയെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം ജീവനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ അലൈസന്റ് വീണ്ടും മൈസേരിയയോട് വളരെ പതുക്കെ പറഞ്ഞു. പെട്ടെന്ന് ആ വലിയ ഇരുട്ടിൽ കാലച്ചുകൾ കേൾപ്പിക്കാതെ അലൈസന്റ് പതുക്കെ മൈസേരിയയുടെ അടുത്തേക്ക് നടന്നു. നീ ഈ രഹസ്യം പുറത്തു പറയാതിരുന്നാൽ ഹൈടവേഴ്സിന്റെ വലിയ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആലിസന്റ് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്നാൽ ആ കടുത്ത മരവിപ്പിൽ യാതൊരു മറുപടിയും നൽകാതെ മൈസേരിയ ഒരു ശിലാപ്രതിമയെപ്പോലെ നിശബ്ദയായി നിന്നു. അതേ ഭയാനകമായ രാത്രിയിൽ കൊട്ടാരത്തിന്റെ മറ്റൊരു ഇരുണ്ട മുറിയിൽ വലിയ കിതപ്പോടെ റെനേറ പതുക്കെ കടന്നുവന്നു. ഗാഠനിദ്രയിലായിരുന്ന ജോഫ്രിയുടെ കിടക്കക്കരികിലെത്തി. ജെയ്സിന്റെ ഭയാനകമായ മരണത്തിനുശേഷം തന്റെ മറ്റൊരു മകനെക്കൂടി നഷ്ടപ്പെടുമോ എന്ന വലിയ ഭയം ആ അമ്മയുടെ കണ്ണുകളിൽ നിഴലിച്ചിരുന്നു. ഏറെ നേരത്തെ ദുഷ്കരമായ നടത്തത്തിനുശേഷം അവർ വെൻഡിഷ് ടൗണിന്റെ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്ക് മുൻപിൽ എത്തിച്ചേർന്നു. വാഗറിന്റെ തീജ്വാലകൾ ആ നഗരത്തെ ഒന്നാകെ വിഴുങ്ങിയിരുന്നു. അതൊരു ഡ്രാഗൺ വരുത്തിവെച്ച ഭയാനകമായ നാശനഷ്ടങ്ങളായിരുന്നു. കത്തിയെരിഞ്ഞ ആ വീടുകൾക്കിടയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ജീവന് ഭീഷണിയായി ആകാശത്ത് എവിടെയെങ്കിലും ശത്രുക്കൾ പതിയിരിപ്പുണ്ടോ എന്നറിയാൻ ക്രിസ്റ്റൻ കോൾ ഭീതിയോടെ മുകളിലേക്ക് നോക്കി. ചതുപ്പുനിലങ്ങളിലൂടെയുള്ള ആ ദുഷ്കരമായ യാത്ര സൈനികരുടെ ജീവനെടുക്കാൻ തുടങ്ങിയിരുന്നു. ഓരോ ഭാരമേറിയ ചുവടുവെക്കുമ്പോഴും തണുത്തുറഞ്ഞ ചെളി നിറഞ്ഞ മണ്ണിലേക്ക് അവർ ആഴ്ന്നിറങ്ങി. ദിവസങ്ങൾ നീണ്ട ഈ കഠിനമായ യാത്രയ്ക്ക് ശേഷം അവർ ഒടുവിൽ നദീതീരത്തെത്തിയെങ്കിലും അവിടെ അവരെ കാത്തിരുന്നത് പ്രതീക്ഷകൾ തകർക്കുന്ന വലിയൊരു തിരിച്ചടിയായിരുന്നു. നദിക്കു കുറുകെയുണ്ടായിരുന്ന പാലങ്ങളെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. പുകയുന്ന മരത്തടികളും കരിഞ്ഞ അവശിഷ്ടങ്ങളും നോക്കി നിൽക്കുമ്പോൾ റെനേറയുടെ സൈന്യത്തിനു മുൻപായി ടംബിൾട്ടണിൽ എത്തുക എന്നത് ഇനി തീർത്തും അസാധ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ഗ്വെയ്നിന്റെ മനസ്സിലെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരുന്നു. തളർന്നുപോയ ബാക്കി ഭടന്മാരും തങ്ങളുടെ ആയുധങ്ങൾ താഴെയിട്ട് തോൽവി സമ്മതിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ക്രിസ്റ്റൻ കോളിന്റെ കണ്ണുകളിൽ മാത്രം തോൽവിയുടെയോ ഭയത്തിന്റെയോ യാതൊരു ലക്ഷണമില്ലായിരുന്നു. അവൻ ഒരു വലിയ ആത്മഹത്യാശ്രമത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അവന്റെ മുഖത്തെ വലിഞ്ഞുമുറുകിയ പേശികളും ദീർഘനിശ്വാസങ്ങളും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഹരൻഹാളിന്റെ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വലിയൊരു പാറക്കെട്ട് കയറി കുറച്ചു വേട്ടക്കാർ ഗോഡ്സ്വുഡിന്റെ വിശുദ്ധമായ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറി. കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞുനോക്കിയ ആലിസ് റിവേഴ്സിനെ അവർ വളരെ വേഗത്തിൽ വളഞ്ഞു. കാമവെറിയോടെ അവർ അവളെ കടന്നുപിടിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചപ്പോൾ അവൾ തന്റെ സർവ്വശക്തിയുമെടുത്ത് അവരോട് പൊരുതി. തന്റെ ഭയാനകമായ ഡ്രാഗൺ ഇല്ലാതെ തന്നെ അവൻ എത്രത്തോളം വലിയ അപകടകാരിയാണെന്ന് ആ വേട്ടക്കാരുടെ ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു.
ഏഗോണിനെ ഈ അപകടം പിടിച്ച സ്ഥലത്തുനിന്നും എങ്ങനെ സുരക്ഷിതമായി പുറത്തുകടത്താം എന്നതിനെക്കുറിച്ച് ലാരിസും ടൈലാൻ ലാനിസ്റ്ററും തമ്മിൽ വലിയൊരു തർക്കം നടക്കുന്നതിനിടയിൽ ആരുമറിയാതെ വളരെ പതുക്കെ കാലൊച്ചകൾ കേൾപ്പിക്കാതെ ഗാരിക് ഏഗോണിന്റെ അരികിലേക്ക് വന്നു. ആരും കാണാതെ ഏഗോണിന്റെ ഭാണ്ഡത്തിനുള്ളിലേക്ക് ഒളികണ്ണോടെ നോക്കിയ ഗാരിക് അവിടെ ഒളിച്ചുവെച്ചിരുന്ന തിളങ്ങുന്ന രാജകീയ കിരീടം കണ്ട് വല്ലാതെ അമ്പരന്നുപോയി. തന്റെ വലിയ രഹസ്യം അവൻ കണ്ടെത്തിയെന്ന സത്യം തിരിച്ചറിഞ്ഞ നിമിഷം ഏഗോണിന്റെ ഉള്ളിലെ അടങ്ങാത്ത മൃഗീയത ഉണർന്നു. ഗാരിക് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനു മുൻപ് തന്നെ അങ്ങേയറ്റം ക്രൂരമായി ഏഗോൺ തന്റെ കൈയിലെ കത്തിയെടുത്ത് അവന്റെ ശരീരത്തിലേക്ക് ആവർത്തിച്ച് കുത്തിറക്കി. ചോരയിൽ കുളിച്ച് വലിയ കിതപ്പോടെ നിൽക്കുന്ന ഏഗോണിനെ നോക്കി ലാരിസ് വളരെ നിശബ്ദനായി നിന്നു. അങ്ങ് ദൂരെ സിറ്റി വാച്ചിന്റെ ഇരുണ്ട തെരുവുകളിൽ പന്തങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ നിശബ്ദരായി നിൽക്കുന്ന ഭടന്മാർക്ക് മുൻപിൽ ഡേമൺ ഒരു വലിയ പ്രസംഗം നടത്തുകയായിരുന്നു. വലിയ സമ്പത്തിനെക്കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഭടന്മാരുടെ കണ്ണുകളിൽ ഒരാശ്വാസം പ്രകടമായി. ആ തണുത്ത കാറ്റിൽ അവർ 3-4 പേരുള്ള ചെറുസംഘങ്ങളായി തിരിഞ്ഞ് തെരുവുകളിൽ കാവലിറങ്ങി. പെട്ടെന്ന് ആ കനത്ത ഇരുട്ടിൽ നിന്നും സംശയാസ്പദമായ രീതിയിൽ കണ്ട ഒരുവനെ അവർ പിടികൂടി. ഒരു വലിയ ഇരുട്ടറയിൽ വെച്ച് അവന്റെ ഒരു കണ്ണ് വളരെ ക്രൂരമായി അവർ ചൂഴ്ന്നെടുത്തു. സത്യം പറഞ്ഞില്ലെങ്കിൽ മറ്റേ കണ്ണും ഇല്ലാതാക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. അസഹനീയമായ വേദനയാൽ പ്രാണൻ പിടയുന്ന ശബ്ദത്തിൽ താൻ രാജാവിന്റെ വലിയൊരു ദൗത്യത്തിലാണെന്ന് അവൻ പറഞ്ഞു. അവന്റെ ബൂട്ടുകൾക്കുള്ളിൽ നിന്നും സ്വർണത്തിൽ തീർത്ത ഒരു വലിയ നാണയം അവർ കണ്ടെടുത്തു. അതിൽ ഡയറോണിന്റെ മുഖം ആലേഖനം ചെയ്തിരുന്നു. ആ വലിയ തെളിവുമായി ഡേമോൺ വേഗത്തിൽ കൊട്ടാരത്തിലേക്ക് തിരികെ പോയി. അവൻ പോയതിനു പിന്നാലെ ലൂത്തർ ആ തടവുകാരന്റെ ജീവൻ ക്രൂരമായി അവസാനിപ്പിച്ചു. മരണത്തെ മുഖാമുഖം കാണാൻ തന്നെയാണ് ക്രിസ്റ്റൻ കോൾ ആഗ്രഹിച്ചിരുന്നത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാളിയായി വീരമൃത്യു വരിക്കുക എന്നതായിരുന്നു ആ നിമിഷം അവന്റെ ഏകലക്ഷ്യം. നിരസിക്കപ്പെട്ടവനായി അപമാനഭാരത്തോടെ തിരികെ പോകാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. കണ്ണുകൾ ഇറുക്കിയടച്ച് ശ്വാസം ആഴത്തിൽ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് വ്യക്തമായ കാഴ്ചപ്പാടോടെ ആർക്കും മുൻപിൽ തലകുനിക്കാതെ യുദ്ധക്കളത്തിൽ ഏറ്റവും മഹത്വത്തോടെ മരിക്കണമെന്ന് അവൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. എന്നാൽ ആ കടുത്ത തീരുമാനത്തിനു പിന്നിലെ ഏറ്റവും ദുഃഖകരമായ സത്യം മറ്റൊന്നായിരുന്നു. യുദ്ധക്കളത്തിൽ താൻ വീരമൃത്യു വരിച്ചാൽ ആ മഹത്തായ മരണത്തെക്കുറിച്ച് നാടെങ്ങും പാട്ടുകളുണ്ടാകുമെന്നും ആ പാട്ടുകൾ എങ്ങനെയെങ്കിലും ക്വീൻ ആലിസന്റിന്റെ കാതുകളിലെത്തുമെന്നും അവൻ വിശ്വസിച്ചു. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ സ്നേഹം അവന്റെ ഉള്ളിൽ ഒരു വലിയ തീജ്വാലയായി എരിഞ്ഞു നിൽക്കുകയായിരുന്നു. അവൾക്കൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾക്കുവേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൻ തന്റെ ഭടന്മാർക്ക് മുൻപിൽ അവസാനമായി ചില വാക്കുകൾ പറഞ്ഞു. ആ വാക്കുകളിൽ ഒരു വലിയ യാത്രയയപ്പിന്റെ വേദനയും അനിവാര്യമായ മരണത്തിന്റെ തണുപ്പും നിഴലിച്ചിരുന്നു. ഈ ആത്മഹത്യാപരമായ യാത്രയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കാത്ത ഗ്വെയിനും മറ്റു ചില ഭടന്മാരും അവനെ തനിച്ചാക്കി അവിടെ നിന്ന് വേഗത്തിൽ ഓടിയകന്നു. അവർ ഇരുട്ടിലേക്ക് മറയുന്നത് നോക്കി നിൽക്കുമ്പോൾ ക്രിസ്റ്റൻ കോളിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കൊട്ടാരത്തിൽ കനത്ത മരവിപ്പുള്ള ആ മുറിയിൽ തങ്ങളുടെ നാവികസേനയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്ന് ആലിനോട് റെനേറ വളരെ ഗൗരവത്തിൽ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ വലിയ മരവാതിൽ തുറന്ന് അതിയായ ദേഷ്യത്തോടെ ഡയമൺ അവിടേക്ക് കടന്നുവന്നു. ആ സ്വർണ്ണനാണയം മേശയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഓർമോണ്ട് ഇപ്പോൾ ഡയറോണിനെ രാജാവായി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നമുക്ക് അവസരം ലഭിച്ചപ്പോൾ തന്നെ അവരെയെല്ലാം ചുട്ടരിക്കണമായിരുന്നു എന്ന് വലിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. തന്റെ ഉള്ളിലെ ആളിക്കെത്തുന്ന കോപത്തോടെ അവൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ആ ഭയാനകമായ രാത്രിയുടെ വലിയ ഇരുട്ടിൽ തങ്ങളുടെ സ്വന്തം കിടപ്പുമുറിയിലെ കൽച്ചുവരുകൾക്കുള്ളിൽ ഒരു രഹസ്യപാത ഹെലന കണ്ടെത്തി. കൊട്ടാരത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടണം എന്ന ഒറ്റ ചിന്തയോടെ കയ്യിലൊരു മങ്ങിയ വെളിച്ചമുള്ള വിളക്കുമായി അവളും അലൈസന്റും ആ ഇടുങ്ങിയ തുരങ്കത്തിലൂടെ നടക്കാൻ തുടങ്ങി. ഏറെ ദൂരം നടന്ന് ആ തുരങ്കത്തിന്റെ അവസാന ഭാഗത്തെത്തിയപ്പോൾ അവിടം വലിയ കല്ലുകൾ വെച്ച് പൂർണ്ണമായും അടച്ചിരിക്കുന്നത് കണ്ട് അവർ കടുത്ത ഭീതിയോടെ തറഞ്ഞുനിന്നുപോയി. പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്നും അപ്രതീക്ഷിതമായി ഒരു വലിയ പൂച്ച അവരുടെ മുൻപിലേക്ക് ചാടിയെത്തി. ആ ഭയാനകമായ ശബ്ദം കേട്ട് ഞെട്ടിവിറച്ച ഹെലേനയുടെ കൈകളിൽ നിന്നും ആ വിളക്ക് വലിയ ശബ്ദത്തോടെ താഴേക്ക് വീണുടഞ്ഞു. നിമിഷങ്ങൾക്കകം ആ തുരങ്കം മുഴുവൻ ഭയാനകമായ വലിയൊരിരുട്ടിലേക്ക് വീണു. അതേസമയം ആ തണുത്തുറഞ്ഞ തെരുവുകളിലൂടെ വലിയ കാൽവെപ്പുകളോടെ ഡീമൺ സിറ്റി വാച്ചിലേക്ക് തിരികെ എത്തുകയായിരുന്നു. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് ചോര മരവിപ്പിക്കുന്ന വലിയൊരു കാഴ്ചയായിരുന്നു. പന്തങ്ങളുടെ മങ്ങിയ വെളിച്ചത്തിൽ ലൂഥർ ഉൾപ്പെടെയുള്ള എല്ലാ ഭടന്മാരും വലിയൊരു മേശയ്ക്കു ചുറ്റും മരിച്ചുകിടക്കുകയായിരുന്നു. ആ വലിയ ഭയാനകമായ മുറിയുടെ ചുവരിൽ ആ ചോര കൊണ്ട് രാജ്യദ്രോഹികൾക്കുള്ള വലിയ വിരുന്ന് എന്നെഴുതിവച്ചിരുന്നു. ഈ കാഴ്ച കണ്ട് ഡെയ്മണിന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞുമുറുകി. ഓർമോണ്ടിന്റെ അതിക്രൂരമായ വലിയ നീക്കങ്ങളും കൊട്ടാരത്തിനുള്ളിലെ ഈ ശ്വാസമുട്ടിക്കുന്ന അനിശ്ചിതത്വങ്ങളും എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ ഭാരമായി അവശേഷിക്കുമ്പോൾ വരാനിരിക്കുന്ന കൂടുതൽ രക്തരൂക്ഷിതമായ യുദ്ധങ്ങളുടെ സൂചനകൾ ആ ഇരുണ്ട കാറ്റിൽ വളരെ വ്യക്തമായി മുഴങ്ങിക്കേൾക്കാമായിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.